ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് കോളേജിലെ വിശേഷങ്ങളാണ്. അമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞ് രാവിലെ 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഇത് ജൂൺ 12 എടുത്ത വീഡിയോ ആണ്. സ്റ്റാൻഡെത്തി ബൈക്ക് വെച്ചപ്പോഴേക്കും നല്ല മഴ. ഞാനാണെങ്കിൽ നനഞ്ഞൊരു പരുവ. ബൈക്ക് എടുക്കാത്ത ദിവസങ്ങളിൽ ഞാൻ കിഴക്കേക്കോട്ട ബസ്സിലാണ് വരാറ്. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കോളേജ് എത്തി. തേർഡ് ഇയർ ആയതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ് മേളിലാണ്. നല്ല ലേറ്റ് ആയെന്ന് പറഞ്ഞ് ഓടി ക്ലാസ്സിൽ കയറിയപ്പോൾ ക്ലാസ്സിൽ ആരും കാണാൻ. സംഭവം വേറൊന്നുമല്ല, അവരെല്ലാവരും സോളജി ലാബിന് പോയതാണ് സത്യം. ഞാൻ അങ്ങനെ ഒന്ന് ലൈബ്രറിയിലോട്ട് കയറിയപ്പോൾ നിഖിൽ എന്തോ ആലോചിച്ചുണ്ടാക്കിയിരിക്കും. ചെറുക്കൻ പിന്നെ കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛനെ കണ്ടു. പിറകെ തന്നെ അശ്വിനി ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നത് കണ്ടായിരുന്നു. ഓണാവുന്നതിന് മുമ്പേ തന്നെ അശ്വിനി ക്രിസ്മസിനെ വിഷ് ചെയ്തു. പെട്ടെന്നാണ് ഞാൻ അനുജിത്തേട്ടനെ കണ്ടത്. പുള്ളിക്കാരൻ എപ്പോഴും ഹാപ്പിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അശ്വിനിയുടെ നിർബന്ധ പ്രകാരം ഞാൻ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പൂക്കിയെ കണ്ടു. ഇതാണ് ദീപാലക്ഷ്മി. ആള് കാണുന്ന കണക്കൊന്നുമല്ല, ഭയങ്കര പാവാണ്. അങ്ങനെ തിരിച്ച് എന്റെ ഡിപ്പാർട്ട്മെന്റ് എത്തിയപ്പോൾ എന്റെ സീനിയർ ഗൗരി പിന്നെ ഹുനൈസിന് ടാറ്റയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് എന്നെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എന്നെ മതി. അശ്വിനി എന്തോ പറയാനായിട്ട് പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് ഒരു ചിരിയിലങ്ങ് ഒതുക്കി. എല്ലാവരും കൂടി സംസ്കൃതം കോളേജിന്റെ സൈഡിലുള്ള ചായക്കടയിലാണ് പോയത്. അനുജിതേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ ചായയും കുടിക്കുന്നുണ്ടായിരുന്നു. അശ്വിനിക്ക് എന്തോ മേടിക്കാൻ പാളയ മാർക്കറ്റിൽ വന്നപ്പോൾ ഏതൊരു ചേട്ടൻ കിളികൾക്ക് എന്തോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തകരപ്പറമ്പിൽ ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ് വന്നത്. അങ്ങനെ എന്റെ ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു. ഗൈസ്, ഇതൊക്കെ എവിടെ കൊണ്ട് മാത്രമേ പറ്റൂ. പോകുന്ന വഴിക്ക് ഒരു കാര്യമില്ലാതെ എന്നെ കുറെ തെറിയും വിളിച്ചു. ചെറിയ കുട്ടികളെക്കാളും പാടാണ് അവളെ കൊണ്ട് കിടക്കാൻ. വിശന്നാൽ നിങ്ങളല്ലാതാവും എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അശ്വിനിയെ ഫുഡ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. മന്തിക്കുള്ള വെയിറ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഫുഡ് എത്തി. വലിയ പീസ് എനിക്കാണെന്ന് പറഞ്ഞ് എന്റെ പ്ലേറ്റ് കൈയിട്ടെടുക്കുന്ന അശ്വിൻ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ ഒരു ഓട്ടോയിലും കയറ്റി വിട്ട് നൈസിന് ഞാൻ ബസ്സിലോട്ട് കയറി. രാത്രി ഫാസ്റ്റിലായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് ആറ്റിങ്ങിലെത്തി. ഒരു 8-8:30 ആയപ്പോൾ വീടെത്തിയായിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.